വേദിയിലെ ബഹുമാന്യരായ അതിഥികൾ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ശ്രീ ബാബു ഗോഗിനേനി, ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോസേട്ടൻ, ഡോക്ടർ സി വിശ്വനാഥൻ, CBS മണി, മുഹമ്മദ് അഷ്റഫ്, സിദ്ദീഖ് തൊടുപുഴ, മറ്റു സദസ്സിലുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ സുഹൃത്ത് ശ്രീ രാജു വാടാനപ്പള്ളി നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ചെറിയ ആമുഖം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അനുബന്ധമായി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ മറ്റു അജണ്ടയിലേക്ക് പ്രവേശിക്കാം എന്നാണ് കരുതുന്നത്. ആദ്യമേ പറയട്ടെ, ഈ കൂട്ടായ്മ ആർക്കും എതിരായുള്ള ഒന്നല്ല. ഏതെങ്കിലും യുക്തിവാദി സംഘത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ആശയങ്ങൾക്കോ ഒന്നും എതിരു നിൽക്കാനോ അല്ലെങ്കിൽ ഒരു റിബൽ പ്രസ്ഥാനം എന്ന നിലക്കോ സ്വപ്നത്തിൽ പോലും ഉദ്ദേശിച്ചല്ല ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ കുറച്ച് ആളുകളുടെ ചിന്ത പോയിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യമേ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഞങ്ങളൊരു 4-5 വർഷമായി കോഴിക്കോട് സയൻസ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. സയൻസ് ട്രസ്റ്റ് എന്ന ട്രസ്റ്റ് രൂപീകരിക്കാൻ ഇടയായ സാഹചര്യവും ഇപ്പോൾ ഇവിടെ ഈ കൂട്ടായ്മ വിളിച്ചു ചേർക്കാനുണ്ടായ സാഹചര്യവും ഒന്ന് തന്നെയാണ്. സയൻസ് ട്രസ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത സമയത്ത് ഈ ഒരു ചെറിയ ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ അതിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു ചെറിയ റിപ്പോർട്ട് എന്ന നിലക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ ബുക്ക്ലെറ്റ്. അതിനകത്ത് സയൻസ് ട്രസ്റ്റ് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ ഒരു ചെറിയ കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ 10ാം പേജിലും 11ാം പേജിലുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നടത്തിയിട്ടുള്ള പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സയൻസ് ട്രസ്റ്റ് രൂപീകരിക്കാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, യുക്തിവാദി സംഘമോ അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനയോ ഒക്കെ കേരളത്തിൽ സജീവമായി ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ സാമാന്യ ജനത ശാസ്ത്രബോധത്തിലേക്ക് വികസിക്കുന്നതിന് പകരം അശാസ്ത്രീയതയിലേക്കും അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ ഇരകളായിട്ടും കൂടുതൽ മാറി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. ഇരുട്ട് കൂടുതൽ പരക്കുന്നതായിട്ടാണ്. ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക പുരോഗതി അങ്ങേയറ്റത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെയും ജീവിതത്തിൽ ശാസ്ത്രബോധമില്ലായ്മയുടെ ഇരുട്ടിലേക്ക് സമൂഹം നാൾക്കുനാൾ പിന്നെയും കൂപ്പുകുത്തുന്ന ഒരു ദുരവസ്ഥ കേരളത്തിൻ്റെ വർത്തമാന സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിലേറ്റവും വലിയ ഐറണി എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രത്തെ തന്നെയാണ് തട്ടിപ്പുകാർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. കപടശാസ്ത്രങ്ങളെ ശാസ്ത്രത്തിൻ്റെ ലേബലിൽ ഇറക്കിക്കൊണ്ട് വലിയ തോതിൽ വിപണനം ചെയ്യുന്ന ഒരു വലിയ അന്ധവിശ്വാസ വിപണിയായിട്ട് കേരളത്തെ മാറ്റിയെടുത്തിരിക്കും. നമ്മുടെ TV ചാനലുകളിൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ മിക്ക ചാനലുകളും നിങ്ങൾ ഓൺ ചെയ്ത് നോക്കിയാൽ അവിടെ ഈ ഒരു തരം കച്ചവടം കാണാം. അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന പരസ്യങ്ങളാണ്. പരസ്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ പലതും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ശുദ്ധ അസംബന്ധങ്ങളും ശാസ്ത്രത്തിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളാണ്. മാന്ത്രിക ഏലസ് പോലുള്ള അല്ലെങ്കിൽ പണമുണ്ടാക്കാനുള്ള ഏലസ് പോലുള്ള, അതല്ലെങ്കിൽ ശത്രു സംഹാരത്തിനുള്ള
മാന്ത്രിക മോതിരം പോലെയുള്ള സാധനങ്ങൾ, അതായത് ഒരു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ കാലഹരണപ്പെട്ടു പോയ, നമ്മളൊക്കെ മണ്ണടിഞ്ഞു പോയി എന്ന് കരുതിയിരുന്ന അന്ധവിശ്വാസം. കണ്ണേറ് തട്ടാതിരിക്കാനുള്ള യന്ത്രം. എന്നിട്ട് കണ്ണേറ് തട്ടുന്നതൊക്കെ നല്ല ലേസർ രശ്മികളൊക്കെ വെച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാം. ഈവിൾ ഐ എന്ന് പറഞ്ഞിട്ട് ലേസറൊക്കെ ഇങ്ങനെ വരുന്ന കണ്ണെന്ന് വന്നിട്ട്, എന്നിട്ട് ആ പല കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഏലസ് കെട്ടി, ഈ ഒരു മാല കെട്ടിയതിന് ശേഷം മാറിപ്പോയി എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ കൊണ്ട് ആളുകളെ പറ്റിക്കുന്നു. വില വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വില എഴുതി കാണിക്കുന്നത് 4736, 7325 രൂപ 40 പൈസ എന്നൊക്കെ വെച്ചിട്ടുള്ള വിലകളൊക്കെ കാണിച്ചിട്ടാണ് ഈ സാധനം. ഉൽപാദന ചെലവ് വട്ടപൂജ്യവും വില 5000-6000 രൂപയും പരസ്യപ്പെടുത്തിക്കൊണ്ട് ഈ TV ചാനലുകൾ ഉപയോഗപ്പെടുത്തി പരസ്യം ചെയ്ത് കച്ചവടം ചെയ്യും. TV ചാനലുകളിൽ ചില ജ്യോത്സ്യന്മാരൊക്കെ, നമ്മുടെ ആസ്ഥാന ജ്യോത്സ്യന്മാരൊക്കെ അങ്ങ് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ജ്യോത്സ്യന്മാരൊക്കെ അങ്ങ് വിലക്കെടുത്തിരിക്കുക. മണിക്കൂറുകളോളം അവരിരുന്നിട്ട് ലോകത്ത് മുഴുവനുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആറ്റുകാൽ രാധാകൃഷ്ണനൊക്കെ പല പ്രധാനപ്പെട്ട ചാനലിലും ഇരുന്നിട്ട് ഇങ്ങനെ ലോകത്ത് മുഴുവനുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. കഴിഞ്ഞ വർഷം അദ്ദേഹം ഒരു പ്രശ്നം പരിച്ച് ഗൾഫിലുള്ള ഒരാളോട് അയാൾക്ക് ഇപ്പോൾ നല്ല കാലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് അയാൾ ഫാനുമ കെട്ടി തൂങ്ങി മരിച്ചു. ഗൾഫിൽ കഴിഞ്ഞ വർഷം സംഭവിച്ച അത്രയും നമ്മൾ വാർത്ത വായിച്ചാൽ. ആറ്റുകാൽ രാധാകൃഷ്ണൻ ഫലം പറഞ്ഞതാണ്, ഇവിടെ ഇരുന്നുണ്ട് ദുബായിലിരിക്കുന്ന ഒരാൾ നിങ്ങൾക്കിപ്പോൾ നല്ല കാലമല്ല എന്ന് പറഞ്ഞു. ഉടനെ അയാൾ അത് തെളിയിച്ചുകൊണ്ട് പോയിട്ട് തൂങ്ങി മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൾ അന്നേരം ഇവിടെ ചാടിപ്പോകുന്നു. കാണാനില്ലാതാവുമ്പോൾ ഈ ആറ്റുകാൽ രാധാകൃഷ്ണൻ്റെ തന്നെ മകളെ കാണാനില്ലാതാവുന്നു. ഉടനെ അദ്ദേഹം പോലീസിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് എൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി എഴുതി കൊടുക്കുന്നു. അവരന്വേഷിച്ച് പിടിച്ചിട്ടാണ് മകളെ കണ്ടുപിടിക്കുന്നത്. മറ്റുള്ളവരുടെ ഒരു പൂച്ച കാണാതെ പോയാൽ പോലും, ഒരു ആട് കാണാതെ പോയാൽ പോലും ഇദ്ദേഹം കബഡി നിരത്തി പറഞ്ഞു കൊടുക്കും, ഇന്ന സ്ഥലത്തുണ്ട്, അത് വന്നോളും എന്ന് പറയും. ഇങ്ങനെയുള്ള അസാമാന്യ യുക്തിക്ക് നിരക്കാത്ത നിരവധി തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രചരിച്ചു. ഇവിടെ ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ എന്ന് നമ്മളൊക്കെ കരുതുന്ന സംഘടനകൾ പോലും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഒരു പൊതു അവസ്ഥ എന്ന നിലക്ക് പറയണം, ആ സംഘടനകൾ പോലും യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ ശാസ്ത്രബോധം ഉൾക്കൊള്ളാതെ ജനങ്ങൾക്ക് തെറ്റായ മെസ്സേജ് കൊടുക്കുന്നു. ഇപ്പം എൻ്റെ മലപ്പുറം ജില്ലയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മഹാനായ ഒരു നേതാവിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച. നമ്മളെ വീട്ടിൽ ക്ഷണക്കത്ത് വന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മുടെ കുടുംബ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും അധ്യാപകരാണ്. ഭാര്യ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ നേതാവാണ്. ഇദ്ദേഹം സംസ്ഥാന തലത്തിൽ തന്നെ നേതാവായിട്ടുള്ള ആളാണ്. മകൻ്റെ കല്യാണക്കത്ത് വന്നു. കല്യാണക്കത്ത് വായിച്ചപ്പോൾ ഞാനൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മുഹൂർത്തം ബിറ്റ്വീൻ 9:30 and 10:30 ഈ കത്തിൽ ഇംഗ്ലീഷിൽ അച്ചടിച്ച് വെച്ചിരുന്നു. അത് ഈ മകൻ കല്യാണം കഴിക്കുന്നത് പഞ്ചാബിൽ നിന്നും പ്രണയിച്ച് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഇവിടെ മുഹൂർത്തം ഒന്നും അറിയണ്ട, ആവശ്യമില്ല. അപ്പോൾ അതുപോലും അല്ല, പെണ്ണിൻ്റെ വീട്ടുകാരുടെ നിർബന്ധം പോലും അല്ല, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ സ്വന്തം മകൻ്റെ വിവാഹ ക്ഷണക്കത്തിൽ നിന്ന് ഈ മുഹൂർത്തം ബിറ്റ്വീൻ എന്ന് എഴുതുന്നത് ഒഴിവാക്കാനുള്ള ശാസ്ത്രബോധം പോലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാനതല നേതാക്കന്മാർക്ക് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഈ സയൻസ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. പോരാ, നമ്മുടെ നാട്ടിൽ യുക്തിവാദി സംഘത്തിൻ്റെ ഒന്നും എണ്ണം പോരാ, ശാസ്ത്ര സംഘടനകളുടെ ഒന്നും എണ്ണം പോരാ. ഒരുപാട് വെളിച്ചം ഇനിയും പകരാൻ, ഒരുപാട് വിളക്കുകൾ ഇനിയും കത്തിക്കേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ സയൻസ് ട്രസ്റ്റ് ഉണ്ടാകുന്നത്. സയൻസ് ട്രസ്റ്റ് നടത്തിയിട്ടുള്ള പരിപാടികളെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല. ഇതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ ഒരു ഫാഷൻ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ശാസ്ത്രത്തെ 4 കുറ്റം പറയുക എന്നുള്ള. ശാസ്ത്രത്തെ കുറ്റം പറയുന്നത് എന്തോ ഒരു വലിയ അഭിമാനകരമായ കാര്യമായിട്ട് ഉയർന്ന ശാസ്ത്ര വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെ കരുതുന്നു. എന്താണ് ശാസ്ത്രത്തെ കുറ്റം പറയുന്നത്? ശാസ്ത്രത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പോക്കറ്റിൽ മൊബൈൽ ഫോണും മറ്റെല്ലാ സൗകര്യങ്ങളും വെച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാം അശാസ്ത്രീയതകൾ പ്രചരിപ്പിക്കാം. ഒരു കാര്യം ശരിയാണ്, ശാസ്ത്രം നമുക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, കണ്ടുപിടുത്തങ്ങളിലും, എല്ലാ സാങ്കേതിക വിദ്യയിലും ഒരു 5% അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10% ഡീമെറിറ്റ്സ് ഉണ്ടാവാം, പാർശ്വഫലങ്ങൾ ഉണ്ടാവാം. പാർശ്വഫലങ്ങളില്ലാതെ എന്തെങ്കിലും ഒന്ന് സംവിധാനം ചെയ്യാൻ
മനുഷ്യന് കഴിവില്ല, മനുഷ്യന് മാത്രമല്ല ദൈവത്തിന് പോലും കഴിവില്ല. ദൈവം എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയിൽ പോലും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 10% എറർ കാണാം ഇല്ലേ? ഈ പ്രകൃതിയിലെ ഓരോ സൃഷ്ടികളെയും നോക്കും നിങ്ങൾ, മനുഷ്യനെ തന്നെ നോക്കും. 10% മനുഷ്യർ വൈകല്യങ്ങളുള്ളവരാണ്. അതിൽ തന്നെ 4% ആളുകൾ ഗുരുതരമായ വൈകല്യങ്ങളുള്ളവരാണ്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് 10% പ്രകൃതിയിൽ തന്നെ കാണുന്നു. മനുഷ്യനും ഈ പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യനും പൂർണ്ണനല്ല. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള കഴിവ് മനുഷ്യനോ ശാസ്ത്രത്തിനോ ഇല്ല. അതുകൊണ്ട് ശാസ്ത്രം കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളും നാളെ ചെറിയ തോതിൽ ഇങ്ങനെ അതിൻ്റെ പാർശ്വഫലങ്ങളെ കൂടെ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ പഴയ പലതും കാലഹരണപ്പെട്ടു പോകും, പുതിയ സംഗതികൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാർശ്വഫലങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ശാസ്ത്രത്തെ കുറ്റം പറയാം. അതിൽ ഒരു ഏറ്റവും വലിയ ഇരയാകുന്ന ഒരു മേഖലയാണ് വൈദ്യശാസ്ത്രം. മോഡേൺ മെഡിസിനെ, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചില പാർശ്വഫലങ്ങൾ എന്നും പറഞ്ഞുകൂടാ, അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ വ്യവസ്ഥിതിയുടെയോ ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇപ്പം മരുന്നിൻ്റെ രംഗത്തും ഡോക്ടർമാരുടെ രംഗത്തും ഒക്കെ ഉള്ള ചില കൊള്ളരുതായ്മകളും അഴിമതികളും കൊള്ളയുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മരുന്നുകളുടെ ചില പാർശ്വഫലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രം മഹാപൊട്ടത്തരമാണ്, നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങേണ്ടതാണ് എന്ന് പ്രചരിപ്പിക്കുക ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ. എന്നാൽ ഈ പ്രകൃതിവാദം പറയുന്ന ആളുകളൊക്കെ തന്നെ ജീവിക്കുന്നതോ പ്രകൃതി വിരുദ്ധമായി ശാസ്ത്രം കണ്ടെത്തിക്കൊടുത്തിട്ടുള്ള സകല സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ്. ശുദ്ധ പ്രകൃതിവാദം പറഞ്ഞാൽ നമ്മൾ കുപ്പായ ഇടാൻ പാടില്ല, നമ്മൾ ചെരുപ്പിടാൻ പാടില്ല, കണ്ണട വെച്ച് നമ്മളെ കാഴ്ച മെച്ചപ്പെടുത്താൻ പാടില്ല, സോപ്പ് തേച്ച് കുളിക്കാൻ പാടില്ല, നമ്മൾ കാറിൽ വന്ന് ഇറങ്ങാൻ പാടില്ല, നമ്മൾ നടന്നേ പോകാൻ പാടുള്ളൂ. ഇതൊക്കെ സത്യത്തിൽ നമ്മൾ ഇന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് പ്രകൃതിപരമായി കുറെ കുഴപ്പങ്ങളുണ്ടെന്നുള്ള ശരിയാ. കാരണം ഇന്ന് നടത്തം കുറവായതുകൊണ്ട്, കായികമായ വ്യായാമം കുറവായതുകൊണ്ട് മനുഷ്യരുടെ ആരോഗ്യരംഗത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും രാവിലെ എണീറ്റ് നടക്കുക. ഇപ്പോൾ ഞാനൊന്നും നടക്കാറില്ല, കാരണം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കണം. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് നടത്തത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ പലർക്കും രാവിലെ എണീറ്റ് കുറച്ച് നടക്കണം, കാരണം അവൾക്ക് നടക്കുന്നില്ല, ഇരുന്നു കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഇതൊക്കെ ആവശ്യമായി വരുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് എത്രയോ 100 കണക്കിന് കിലോമീറ്ററുകൾ നടന്നിട്ടാണ് മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്തത്. ഞാൻ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് 12 കിലോമീറ്റർ നടന്നിട്ടാണ് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചത്. 12 അങ്ങോട്ടും 12 ഇങ്ങോട്ടും 24 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പഠിച്ചത്. ഇത് നമ്മളെ കുട്ടികളോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല, നുണ പറയാമെന്നാ പറയാം. കാരണം 1 കിലോമീറ്റർ നടക്കാൻ അവൻ ഓട്ടോറിക്ഷയോ അല്ലെ വണ്ടിയോ സ്കൂൾ വണ്ടിയോ കാത്തു നിൽക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കാലം മാറിയപ്പോൾ അത്തരത്തിലുള്ള ചില പാർശ്വഫലങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ശാസ്ത്രം അപ്പാടെ കുഴപ്പമാണ് എന്ന് പറയുകയും, അതേ മര്യാദക്ക് കയ്യുമ്മൽ ഒരു ബ്ലേഡ് തട്ടി മുറിയായാൽ ഈ പ്രകൃതിവാദി ഓട്ടോറിക്ഷ എടുത്ത് പായുന്നത് എങ്ങോട്ടാ? പ്രകൃതി ചികിത്സാലയത്തിലേക്കല്ല, അല്ലെങ്കിൽ ഹോമിയോപ്പതിൻ്റെ അടുത്തേക്കല്ല പോകുന്നത്. ആശുപത്രിക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡ്രസ്സ് ചെയ്ത് കെട്ടിയിട്ട് ഇഞ്ചക്ഷനോടെ TT അടിച്ചിട്ടാണ് പോരുന്നത്. അപ്പം ഇത് ആവശ്യമായ ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രകൃതി ചികിത്സക്കാർ മുഴുവൻ അവസാന കാലത്ത് ആശുപത്രിയിൽ കിടന്ന് കയ്യും കാലും മുറിച്ച് ദുരിതം അനുഭവിച്ച് മരിച്ചിട്ടുണ്ട്. ഈ തൃശ്ശൂർ നിങ്ങൾക്കറിയാം, ഇവിടെ കണിമംഗലത്തുണ്ടായിരുന്ന ഉൽപ്പലാക്ഷൻ്റെ ഒക്കെ കഥ നമുക്കറിയാം. കാല് 2-3 പ്രാവശ്യം മുറിച്ച് ദുരിതം അനുഭവിച്ച് മരിച്ചു അദ്ദേഹം. അപ്പോൾ അതിന് പറയുന്നത് വെച്ചാൽ അത് പഥ്യം തെറ്റിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെ ന്യായങ്ങൾ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് പ്രകൃതി പറയുന്ന ആളുകളെല്ലാം അവർക്ക് എന്തെങ്കിലും കാര്യമായ അസുഖം വന്നാൽ അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ അടുത്തേക്ക് ഓടുന്ന ആളുകൾ ജീവിതകാലം മുഴുവൻ വൈദ്യശാസ്ത്രത്തെ കുറ്റം പറയാൻ വേണ്ടി ഉപയോഗപ്പെടുന്നു. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആ പ്രചരണങ്ങളിൽ കുടുങ്ങുന്നത് ആരാണ്? യുക്തിവാദികൾ, ശാസ്ത്ര സാഹിത്യക്കാർ, ശാസ്ത്രജ്ഞന്മാർ, ഉയർന്ന ശാസ്ത്ര വിദ്യാഭ്യാസമുള്ള ആളുകൾ, ഡോക്ടർമാർ വരെ. ഇപ്പം കോട്ടയിൽ മറ്റേ തങ്കു ബ്രദറിൻ്റെയൊക്കെ ധ്യാന ചികിത്സയ്ക്ക് സാക്ഷ്യം പറയുന്നു. ആര്? DMO, ജില്ലാ മെഡിക്കൽ ഓഫീസർ കയറി നിന്നിട്ട്, അത് നമ്മുടെ വിശ്വനാഥൻ ഡോക്ടറെ പോലെയുള്ള ഓർത്തോ സർജനാണ്, ചെന്നിട്ട് പറയാൻ ഞാൻ ചികിത്സിച്ചിട്ട് മാറാത്ത, വൈദ്യശാസ്ത്രം ചികിത്സിച്ചിട്ട് മാറാത്ത അസ്ഥി വൈകല്യം തങ്കു ബ്രദറിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് സുഖപ്പെട്ടു എന്ന് സാക്ഷ്യം പറയുന്നു. ശരിക്കും അവരൊക്കെ എന്താ പറയുക, ജയിലിൽ അടക്കണം. ശരിക്കും അതിനുള്ള നിയമം നമുക്കുണ്ടാവേണ്ടതാണ്.
ശാസ്ത്രത്തെ ഉപയോഗിച്ച് ജീവിക്കുകയും ശാസ്ത്രത്തെ ഉപയോഗിച്ച് എല്ലാം നേടുകയും ചെയ്തിട്ട് ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞ് സാക്ഷ്യം പറയുക, അതും ജില്ലാ മെഡിക്കൽ ഓഫീസർ, വലിയ ഒരു ജില്ലയുടെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥനാണ് പോയിട്ട് പറയുന്നത്. ഇത്തരത്തിലുള്ള അശാസ്ത്രീയതകൾ നമ്മുടെ നാട്ടിൽ പെരുകുന്ന ഒരു സാഹചര്യത്തിലാണ് പോരാ, ഇവിടെയുള്ള പ്രസ്ഥാനങ്ങളൊന്നും പോരാ, ഇവിടെയുള്ള 1-2 യുക്തിവാദ മാസികയൊന്നും പോരാ എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഈ സയൻസ് ട്രസ്റ്റും അതിൻ്റെ വകയായി നമ്മൾ ഒരു യുക്തിയുഗം എന്നുള്ളൊരു മാസിക തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ഈ കൂട്ടായ്മ വിളിക്കുമ്പോൾ നിലവിലുള്ള ഏതെങ്കിലും സംഘടനയിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് അടർത്തി മാറ്റി വേറൊരു സംഘടന ഉണ്ടാക്കി അതിനെ തകർക്കുക, അങ്ങനെയുള്ള യാതൊരു ഉദ്ദേശവും അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ പോയിട്ടില്ല. പിന്നെയോ നമ്മൾ ഈ സയൻസ് ട്രസ്റ്റൊക്കെ ഈ പരിപാടികൾ കോഴിക്കോടൊക്കെ നടത്തുമ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേട്ടറിഞ്ഞും മണത്തറിഞ്ഞും ധാരാളം ആളുകൾ 14 ജില്ലകളിൽ നിന്നും അവിടെ എത്തിച്ചേർന്നിരുന്നു. സ്വന്തം താല്പര്യം കൊണ്ട് വന്നു ചേർന്നു. അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം മേൽവിലാസവും ഫോൺ നമ്പറും ഒക്കെ കളക്ട് ചെയ്ത് അവരെല്ലാം വീണ്ടും പരിപാടികൾ നടത്തുമ്പോൾ വിളിച്ചു ചേർക്കുകയും അത്തരം ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഒന്ന്, നിലവിലുള്ള യുക്തിവാദി സംഘങ്ങളിലോ ശാസ്ത്ര സംഘങ്ങളിലോ ഒന്നും അംഗമല്ലാതെയോ പ്രവർത്തകരല്ലാതെയോ എന്നാൽ ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ജീവിതത്തിൽ ശാസ്ത്രബോധം ഉൾക്കൊള്ളാനും താല്പര്യമുള്ള, അറിവുള്ള, കഴിവുകളുള്ള ധാരാളം ആളുകൾ കേരളത്തിനകത്തും പുറത്തും മലയാളികളായി തന്നെ ഉണ്ട്. അതിൽ വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ സേവനം കൂടി ഈ ഇരുളടഞ്ഞ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് ചെയ്യുക എന്ന ചിന്തയുടെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ വിളിച്ചു ചേർക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു, നിലവിലുള്ള ഏതെങ്കിലും യുക്തിവാദി സംഘത്തിലുള്ള ആളുകളെ അല്ല നമ്മൾ ഈ കൂട്ടായ്മയിൽ കാര്യമായി പ്രതീക്ഷിച്ചതും വിളിച്ചു ചേർത്തിട്ടുള്ളതും. ഒരു യുക്തിവാദി സംഘത്തിലും പ്രവർത്തിക്കാത്ത, ഒരു ശാസ്ത്ര സംഘടനയിലും പ്രവർത്തിക്കാത്ത, എന്നാൽ ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ള റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തിനു വേണ്ടി? അവരുടെയൊക്കെ ആ റിസോഴ്സ് ഈ സമൂഹത്തിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അത് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ വേദികൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം ഞാൻ റിസോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴിരിക്കുന്ന വിശ്വനാഥൻ ഡോക്ടർ, അദ്ദേഹം ഈ വിഷയത്തിൽ നന്നായിട്ട് ക്ലാസ്സൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് പല പരിപാടികളും അവിടെ നടത്തിയപ്പോൾ ബോധ്യപ്പെട്ടു. അതുപോലെ ആ ഇരിക്കുന്ന ഡോക്ടർ അഗസ്റ്റസ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ രസകരമായി ഞാനീ പറഞ്ഞ വൈദ്യശാസ്ത്ര രംഗത്തുള്ള അശാസ്ത്രീയ പ്രവണതകളെ തുറന്നു കാണിച്ചുകൊണ്ട് നന്നായി ക്ലാസ് എടുക്കാനും നന്നായി ഡിബേറ്റ് നടത്താനും കഴിവുള്ള ഡോക്ടർ അഗസ്റ്റസ് ഉണ്ട്. അതുപോലെയുള്ള ആളുകൾ ധാരാളം പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ, അതുപോലെ രവിചന്ദ്രൻ മാഷൊക്കെ അടുത്ത കാലത്ത് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ള ആളാണ്. ഒരു നല്ല പുസ്തകം എഴുതിക്കൊണ്ട് കേരളത്തിൻ്റെ യുക്തിവാദ സാഹിത്യ ചരിത്രത്തിൽ ഇത്രയും നല്ല, ഇത്രയും ഫലപ്രദമായ, ഇത്രയും ആധുനിക വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു പുസ്തകം ഇറക്കിക്കൊണ്ട്, അതും യുക്തിവാദികൾ അറിയാതെ DC ബുക്സിലൂടെ പുസ്തകം ഇറക്കിക്കൊണ്ട് രംഗത്ത് വന്ന രവിചന്ദ്രൻ മാഷ് പോലുള്ള ആളുകളെയൊക്കെ പൊതുരംഗത്ത് ചർച്ചാവേദികളിലേക്കും പുസ്തക ചർച്ചയിലേക്കും പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നത് ആദ്യമായിട്ട് സയൻസ് ട്രസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം. പിന്നീടാണ് മറ്റു സംഘടനകളൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പോയത്. അപ്പോൾ അത്തരത്തിലുള്ള റിസോഴ്സ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ സേവനം കൂടി സമൂഹത്തിന് ലഭ്യമാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത്. അപ്പോൾ ഈ നിലവിലുള്ള മാസികകൾക്കും നിലവിലുള്ള പ്രസിദ്ധീകരണങ്ങൾക്കും നിലവിലുള്ള സംഘടനകൾക്കും അതിൻ്റേതായ പരിമിതികളുണ്ട്. ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷെ ആ പരിമിതികളെ കുറിച്ച് നമുക്കൊക്കെ പലർക്കും ബോധ്യമുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഞാൻ യുക്തിരേഖയുടെ ദീർഘകാലം പത്രാധിപ സമിതി അംഗമായിരുന്ന ആളാണ്. ആ യുക്തിരേഖയിൽ പലപ്പോഴും പല പരിമിതികൾ കൊണ്ടും യുക്തിരേഖയിൽ പലപ്പോഴും ഈ കാലത്ത് പ്രസിദ്ധീകരിക്കേണ്ട ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ഈ കാലത്ത് പറയാൻ പാടില്ലാത്ത പലതും പറയുകയും ചെയ്യുന്ന അനുഭവമുണ്ട്. കേരളത്തിൽ മഴക്കാലമായാൽ ജൂൺ ജൂലൈ മാസത്തിൽ മഴക്കാലം വന്നാൽ പലതരത്തിലുള്ള വൈറൽ ഫ്ലൂ ഒക്കെ വരും. കാരണം വൈറസ് എന്ന് പറയുന്ന ഒരുപാട് വെറൈറ്റി വൈറസ് ഉള്ള ഇതിൽ പല വൈറസുകളും ചേർന്നിട്ട് പുതിയ തരം പല പനികൾ, പക്ഷിപ്പനി, ഡെങ്കിപ്പനി, അങ്ങനെ ഒരുപാട് പനികൾ, തക്കാളിപ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുതിയ പേരിലുള്ള പനികളൊക്കെ H1N1 എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വരുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വിതറുന്നത് കൊണ്ടാണ് എന്ന് നമ്മുടെ യുക്തിരേഖയിൽ മുഖപ്രസംഗം വന്നാൽ പിന്നെ എന്താ നമ്മളെ ശാസ്ത്രബോധത്തിൻ്റെ അവസ്ഥ? അപ്പോൾ അങ്ങനെ ഒരു മാസികം
വേണ്ടെന്നല്ല, പക്ഷെ അത് മതിയോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു മാസിക മതിയോ നമുക്ക് കേരളത്തിൽ ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ എന്ന പ്രശ്നം ആലോചിക്കുമ്പോഴാണ് നമുക്ക് പോരാ, യുക്തിയുഗം വേണം എന്ന് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, യുക്തിയുഗം മാസിക നമ്മൾ തുടങ്ങുന്നത് കേരളത്തിലുള്ള ഏതെങ്കിലും യുക്തിവാദികളെ കുറ്റം പറയാനോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കെതിരായിട്ട് എന്തെങ്കിലും പ്രസിദ്ധീകരിക്കാനോ യുക്തിവാദികൾ തമ്മിലുള്ള വെഴുപ്പലക്കലിനോ ഒരിക്കലും ആ മാസിക ഞാൻ അതിലുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഉപയോഗിക്കില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. മറിച്ച് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ലോകത്ത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിജ്ഞാനങ്ങളെ മലയാളി വായനക്കാർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ, ആ രംഗത്തുള്ള പരിമിതികളെ മറികടന്നുകൊണ്ട് എത്തിച്ചു കൊടുക്കാൻ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ സാമ്രാജ്യത്വത്തിൻ്റെ ആഗോളവൽക്കരണത്തിൻ്റെയോ അതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ എഴുതാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊക്കെ പറയാനും എഴുതാനും ഇവിടെ ധാരാളം കോടിക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ, കോടിക്കണക്കിന് പ്രതികളുള്ള വലിയ പ്രസിദ്ധീകരണങ്ങളുണ്ട്, വലിയ വലിയ ലക്ഷക്കണക്കിന് അണികളുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെ നിത്യവും 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ മലയാളി സമൂഹത്തിൻ്റെ മുമ്പിൽ പറയേണ്ടത് അവരൊന്നും തീരെ കേട്ടിട്ടില്ലാത്ത, അവർക്കൊന്നും തീരെ അറിവില്ലാത്ത ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ, ശാസ്ത്ര രംഗത്തുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പ്രവണതകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ അറിവുകളെ തിരുത്തുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികളാണ് ഈ മാസികയിലൂടെ നമ്മൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാസിക വെറുതെ അങ്ങ് മാസിക ഇറക്കിയാൽ നമ്മൾ കാര്യം നടക്കില്ല. ഇറക്കുന്ന മാസിക സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. അത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. മാസികയുടെ പ്രചരണം, അതുപോലെ തന്നെ മാസികയുടെ ഉള്ളടക്കം, ആ ഉള്ളടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഗഹനമായ ലേഖനങ്ങളും സൃഷ്ടികളും വരണം. അപ്പം അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്നൊക്കെ ലേഖനങ്ങളും മറ്റും സ്വരൂപിച്ച് മാസികയുടെ പ്രവർത്തകരിൽ എത്തിച്ചു കൊടുക്കണം. തിരിച്ച് ഈ മാസിക ജനങ്ങളിലേക്ക് എത്തിക്കണം. ആ മാസികയ്ക്ക് വരിക്കാരെ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസി പ്രചരണം നടത്തിക്കൊണ്ട് മാസിക ജനങ്ങളിലിടയിൽ പ്രചരിപ്പിക്കണം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലയിലും അതിന് താല്പര്യമുള്ള പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ വളരെ കർക്കശമായ ചട്ടക്കൂടുള്ള ഒരു കേഡർ സംഘടന ഉണ്ടാക്കുക എന്ന ഉദ്ദേശമൊന്നും നമുക്ക് തൽക്കാലം ഇല്ല. അങ്ങനെ വലിയ ചട്ടക്കൂടും വലിയ വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാക്കി ഒരു സംഘടന ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സംഘടന ആ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ സ്വയം ഞെരിഞ്ഞ് മരിക്കും. അതാണ് അനുഭവം. അപ്പോൾ ചട്ടക്കൂടുകൾ കുറച്ചും കൂടെ ലൂസാക്കിക്കൊണ്ട് ഒരു കഴിയുന്നത്ര അനൗപചാരിക രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ മാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വിളിച്ചു ചേർക്കാനും കാര്യങ്ങൾ നടത്താനുമുള്ള ഒരു ചെറിയ ഒരു ഫോം മാത്രമേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ, രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയൊരു ബൈലോ ഉണ്ടാക്കി, വലിയൊരു സംഘടനാ ചട്ടം ഉണ്ടാക്കി, ഒരു ബദൽ സംഘടന, ആ രീതിയിലുള്ള ചിന്തകളൊന്നും തൽക്കാലം നമ്മൾ ഉന്നയിച്ചിട്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും പരിഗണിച്ചുകൊണ്ടായിരിക്കും തുടർന്നുള്ള നമ്മുടെ പരിപാടികൾ നമ്മൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇതിനുള്ള സാമ്പത്തിക സോഴ്സ്, ഇപ്പോൾ മാസിക ഞങ്ങളിപ്പോൾ തൽക്കാലം ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചത്, ഞങ്ങൾ കുറച്ച് പേര് കയ്യിൽ നിന്ന് ഒരു 10,000-25,000 രൂപ എടുക്കാൻ കഴിയുന്ന ഒരു 10 പേരെ സംഘടിപ്പിച്ചാൽ ഒരു 2.5 ലക്ഷം രൂപ ഉണ്ടാക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു 20 പേരെ കിട്ടിയാൽ നമുക്കൊരു 5 ലക്ഷം രൂപ ഉണ്ടാക്കാം. അങ്ങനെ ഒരു 5 ലക്ഷമോ 2.5 ലക്ഷം രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 1 കൊല്ലമോ അല്ലെങ്കിൽ ഒരു 2 കൊല്ലമോ ഈ മാസിക തൽക്കാലം പ്രസിദ്ധീകരിക്കാൻ കഴിയും. ആ 2 കൊല്ലം കൊണ്ട് നമുക്ക് പിന്നീട് അതിന് വരിക്കാരെയും സംഭാവനയും ഒക്കെ പിരിച്ചുകൊണ്ട് നമ്മൾക്ക് ബാക്കി പിന്നീട് തുടർന്ന് ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തുടങ്ങാനുള്ള ഒരു സാഹസത്തിലേക്ക് ഞങ്ങൾ മുതിർന്നിട്ടുള്ളത്. അതിൽ കുറച്ച് പേരൊക്കെ അതിന് 25,000 രൂപ വീതം എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറഞ്ഞ സംഖ്യ എടുക്കാൻ പറ്റുന്നവരങ്ങനെ, അതിൽ കൂടിയ സംഖ്യ എടുക്കാൻ പറ്റുന്നവരങ്ങനെ, അല്ലാത്ത നിലയിൽ സംഭാവനകളും വരിസംഖ്യകളും വാർഷിക വരിസംഖ്യയും അല്ലെങ്കിൽ ആജന്മ വരിസംഖ്യയും ഒക്കെ ചേർത്തുകൊണ്ട് സാമ്പത്തികം സ്വരൂപിക്കാൻ സഹായിക്കാൻ പറ്റുന്ന ആളുകളുടെ സഹായങ്ങളും നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ നമ്മളിവിടെ 1-2 ക്ലാസ്സുകളും അതുപോലെ തന്നെ ആശംസാ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ നോട്ടീസിൽ പറയുന്നത് പോലെ അതിനുശേഷം നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഒരു കൂട്ടായ്മ അതിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കി പിരിയണം. അപ്പോൾ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ
സദസ്സ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ബാബു ഗോഗിനേനി. അദ്ദേഹം ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തുടർന്ന് ഡോക്ടർ അഗസ്റ്റസ് അദ്ദേഹം ഇപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 15 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന് 2 മണിക്ക് പോവേണ്ടതുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉദ്ഘാടനത്തിന് ശേഷവും വിശ്വനാഥൻ ഡോക്ടറുടെ ക്ലാസ്സിന് മുമ്പും ആക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് വിശ്വനാഥൻ ഡോക്ടർ ഒരു ചെറിയ പ്രസൻറ്റേഷൻ നടത്തും. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് ശാസ്ത്രബോധം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ക്ലാസ് അദ്ദേഹം അവതരിപ്പിക്കും. ഇത്രയുമാണ് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ജോസ് ഏട്ടൻ, അതുപോലെ മുഹമ്മദ് അഷ്റഫ്, CBS മാണി, സിദ്ദീഖ് തൊടുപുഴ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒരു 15 മിനിറ്റ് വീതം അവരുടെ ഒരു പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ഈ ക്ലാസ്സുകളും ഈ പ്രഭാഷണങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ നടത്താൻ പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിന് എന്തെങ്കിലും കാര്യമായ നിർദ്ദേശം വെക്കാനുള്ളവർ നേരത്തെ കൂട്ടി പേര് ഡയസിൽ കൊടുക്കുകയാണെങ്കിൽ അവരെ വിളിക്കും. ആ സമയത്ത് വന്നിട്ട് ആ വിഷയം അവതരിപ്പിക്കാം. ഒരു കാര്യം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ നടത്തുന്ന പ്രഭാഷണങ്ങളെയോ അല്ലെങ്കിൽ ക്ലാസ്സുകളെയോ കുറിച്ചുള്ള ഒരു ഡിബേറ്റോ അല്ലെങ്കിൽ ഒരു സംവാദമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉള്ളടക്കവുമായി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇന്ന് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ മറ്റു കാര്യങ്ങൾ നടക്കാതെ പോകും. അത്തരം ഡിബേറ്റുകളും ചർച്ചകളും ഒക്കെ നമുക്ക് തുടർന്ന് വീണ്ടും സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഡോക്ടറുടെ ക്ലാസ്സും തുടർന്ന് നടക്കുന്ന പ്രഭാഷണങ്ങളും കേട്ട ശേഷം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ആശയങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്ന ആളുകൾ, അവർക്ക് ഫലപ്രദമായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടത്. മറ്റു തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു, നമ്മൾ ഈ കൂട്ടായ്മ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് കേരളത്തിൽ എന്തെങ്കിലും യുക്തിവാദ രംഗത്തോ അല്ലെങ്കിൽ ശാസ്ത്ര പ്രചരണ രംഗത്തോ എന്തെങ്കിലും ഒരു കലാപം ഉണ്ടാക്കാനോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് നിലവിലുള്ളതിനൊക്കെ തന്നെ ഒപ്പം സമാന്തരമായി കുറച്ചുകൂടെ ശാസ്ത്രീയമായ ചിന്തകളിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം എന്ന നിലയിൽ മാത്രമേ നമ്മൾ ഇതിനെ കാണേണ്ടതുള്ളൂ. ഇവിടെ നമ്മൾ കേവലം മതം, ദൈവം, അന്ധവിശ്വാസങ്ങൾ എന്നതിൻ്റെ കൂടെ തന്നെ ശാസ്ത്രത്തിൻ്റെ പേരിലുള്ള കപടശാസ്ത്രത്തിൻ്റെ പേരിൽ നിന്നുള്ള അശാസ്ത്രീയതകളെ കൂടി നമ്മൾ പ്രധാനമായും കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു അവസരമാണ് ഇത് എന്ന തിരിച്ചറിവിലൂടെയാണ് നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരായിട്ടുള്ളത്. ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും നിർദ്ദേശങ്ങളും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാ നല്ല സുഹൃത്തുക്കളെയും ഒരു നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഈ സംരംഭം ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ശ്രീ ബാബു ഗോഗിനേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു.